സാക്ഷാൽ ശശി തരൂര് മോദിയുടെ അണ്ടർഗ്രൗണ്ട് ഏജന്റാണ്. അല്ലെങ്കിൽ പിന്നെ തരൂരിന് മോദിയെ ഇത്രമാത്രം പുകഴ്ത്താൻ കഴിയുമോ? തരൂരിനോട് പലകുറി പാർട്ടി നേതൃത്വം പറഞ്ഞില്ലേ, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇലക്ഷൻ വരികയാണ്, നിങ്ങൾ നാട്ടിൽ പോയി കോൺഗ്രസിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, അവിടെ പോയി പ്രവർത്തിക്കണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്തു പറഞ്ഞു? ഇയാൾ ചിലമ്പുയർത്തി പറഞ്ഞു, എന്നെ നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ മറ്റേത് ചെയ്ത് കളയും, മറിച്ചത് ചെയ്ത് കളയും, എനിക്ക് സ്വതന്ത്രമായ സ്പേസ് ഉണ്ട്, മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഹൈക്കമാൻഡ് സർവ്വ പുച്ഛവും അടക്കി പറഞ്ഞു, ഇനി തരൂർജിയോട് ഒന്നും പറയേണ്ടതില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഇയാളെ പുറത്താക്കി കഴിഞ്ഞാൽ നാണക്കേട് നമുക്ക് തന്നെയാണ്. ആ സാഹചര്യം നമുക്കറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് കേരള സർക്കാരിൻ്റെ വ്യാവസായിക നയത്തെക്കുറിച്ച്, സംസ്ഥാന സർക്കാരിൻ്റെ വ്യാവസായിക നയത്തെക്കുറിച്ച് തരൂരെഴുതിയ ലേഖനം വിവാദമായപ്പോൾ, അതായത് കേരളത്തിൻ്റെ വ്യാവസായിക ഭൂപടത്തിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയെന്ന് തരൂർ എഴുതിയത് സംബന്ധിച്ച് കോൺഗ്രസ് ഉയർത്തിയ വിവാദത്തിലായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ആ താക്കീത്. അതുപോലെ മുമ്പും പലകുറി താക്കീതുകൾ ഏറ്റുവാങ്ങിയ മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് സാക്ഷാൽ തരൂര്. തരൂരിന് അക്കിടി പറ്റിയ എല്ലാ അവസരങ്ങളിലും കോൺഗ്രസ് കൂടെ നിന്നിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗം, സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിലൊക്കെ പാർട്ടി ഒപ്പം നിന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തരൂരിനെ ആദ്യം രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത് സാക്ഷാൽ AB വാജ്പേയിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെയാണ്. എന്നാൽ തനിക്ക് BJP രാഷ്ട്രീയം ഒട്ടും ഇഷ്ടമല്ല, തൻ്റെ എഴുത്തും തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുമൊക്കെ മറ്റൊരു തരത്തിൽ നിൽക്കുന്നതാണ് എന്നൊക്കെ വീറും വാശിയുമൊക്കെ ഇളക്കി കേരളത്തിൽ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? നമ്മുടെ രമേശ് ചെന്നിത്തല നായർ പ്രേമത്തിൻ്റെ കുഴിയിൽ കൊണ്ട് ചാടിച്ചു. അങ്ങനെ നായർ പ്രേമം പറഞ്ഞ് നായർ കുഴിയിൽ ചാടിച്ച കോൺഗ്രസിൻ്റെ വാലാക്കി മാറ്റി, വക്താവാക്കി മാറ്റി, 4 തവണ MP ആക്കി, ഒടുവിൽ എന്താക്കി? 1 തവണ കേന്ദ്ര മന്ത്രിയുമാക്കി. എന്നിട്ടിപ്പോൾ എന്തായി? കിടക്കുന്നു വീണ്ടും. പട്ടിയുടെ കുഴൽ പന്തീരാണ്ട് കുഴലിലിട്ടാലും നിവർന്നു നിൽക്കില്ല എന്ന് പറഞ്ഞതുപോലെ ദ വീക്കിൽ എഴുതിയ ഒരു ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കോവിഡ് കാലത്ത് വാക്സിൻ മാനേജ്മെന്റിൽ മോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ ലോകരംഗത്ത് വളരെയധികം ശ്ലാഘനീയമായിരുന്നു. 100ഓളം രാജ്യങ്ങളിൽ മോദി വാക്സിൻ കയറ്റി അയച്ചു. അമ്പട ശരിയാണ്, അതിനെന്താ കുഴപ്പം? പക്ഷേ സ്വന്തം രാജ്യത്ത് മോദിജി എന്താണ് ചെയ്തതെന്ന് തരൂർജി കണ്ടിരുന്നോ ആവോ? എന്താണ് പറഞ്ഞത്? പുരപ്പുറത്ത് കയറി നിന്ന് എല്ലാവരും പാത്രമെടുത്ത് കൊട്ടു, ശബ്ദം കേട്ട് കോവിഡ് വൈറസ് ഓടിക്കൊള്ളും. നിങ്ങൾ ചാണകം ദേഹം മുഴുവൻ പുരട്ടു, കോവിഡ് വാക്സിൻ ഓടിക്കൊള്ളും. ഇത് പറഞ്ഞത് മോദിജിയും മോദിജിയുടെ പാർട്ടിയുമല്ലേ മിസ്റ്റർ തരൂർജി? പിന്നെ തരൂർജിക്ക് ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ച ശേഷം വാക്സിനൊക്കെ കയറ്റി അയച്ചതും ഒക്കെ മഹത്തരമാണ്. പക്ഷേ സ്വന്തം രാജ്യത്ത് ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ച, അല്ലെങ്കിൽ ഇമ്മാതിരി പൊറാട്ട് നാടകം കാണിച്ച ആളുകളെ ഇങ്ങനെ പുകഴ്ത്തേണ്ടതുണ്ടോ തരൂർജി? അതും കോൺഗ്രസ് ഒന്നടങ്കം, ഇന്ത്യ സഖ്യം, ഇന്ത്യ മുന്നണിയൊക്കെ ഇദ്ദേഹത്തെ, മോദിജിയെ പുറത്താക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ പുകഴ്ത്തേണ്ട എന്തൊരു ആവശ്യമാണ് തരൂർജിക്കുള്ളത്? ഈ വാക്സിൻ കാര്യത്തിന് എന്തിനാണ് ഇത്ര ഒരു ആവേശം? 2020-21 കാലയളവിൽ 100ഓളം രാജ്യങ്ങൾക്ക്, മാലദ്വീപ്, ലക്ഷദ്വീപ്, അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, നേപ്പാള്, ഭൂട്ടാന്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ രോഗം പിടിച്ചു നിർത്താൻ മോദിജിയുടെ വാക്സിൻ, അതായത് കോവാക്സിനും കോവിഷീൽഡും ഒക്കെ കയറ്റി അയച്ചത് വളരെ നല്ല കാര്യമാണ് എന്ന് തരൂർജി സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് തലവേദനയാണ്. തരൂർജി കോൺഗ്രസിന് തലവേദനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തരൂർജി മോദിയുടെ ഏജന്റാണ്. തരൂർജി, അതായത് മിസ്റ്റർ ശശി തരൂര് ആരുടെ ഏജന്റാണ്? മോദിയുടെ ഏജന്റാണ്. മോദിയുടെ ഏജന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്?
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിനെ വളരെ മനോഹരമായി പുകഴ്ത്തുകയും എന്താണ് തൊട്ട് പിന്നത്തെ ആഴ്ച പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കും എപ്പോൾ 22-ാം നൂറ്റാണ്ടാകുമ്പോഴെന്ന് വിമർശിച്ചതും, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അടച്ചാക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അടച്ചാക്ഷേപിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഏതോ ഒരു എഴുത്തോലയിൽ കണ്ടു എന്ന് പറഞ്ഞ് സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്ത് ആകെ എന്താണ് ഒരു പുകിൽമയമാക്കി എന്താണ് മുഖ്യമന്ത്രിയെ അതായത് കേരള സർക്കാരിനെ ഒരു കളിപ്പാവ പോലെയാക്കി മാറ്റാൻ, അതായത് ഇവിടെ തനിക്ക് ഒരു ബലം വേണം, ഇവിടുത്തെ സർക്കാരിൽ തനിക്കൊരു ബലം വേണം, അവിടെ കേന്ദ്രത്തിൽ നല്ല പിടിപാടും വേണം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ വരുമ്പോൾ തനിക്ക് ഒരു സെൽഫി എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെ സെൽഫിയൊക്കെ എടുത്തല്ലോ ഡൽഹിയിൽ അന്ന് ഇഫ്താർ വിരുന്നിൽ, ഗവർണറുടെ ഇഫ്താർ വിരുന്നിൽ വെച്ചൊരു സെൽഫി എടുത്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. സെൽഫി എടുത്ത് വളരെ മനോഹരമായി പോസ്റ്റ് ചെയ്തല്ലോ. അതൊക്കെ ആരെ പ്രകോപിപ്പിക്കാനാണ്? ഈ സെൽഫി എടുക്കുന്നതൊക്കെ ആരെ പ്രകോപിപ്പിക്കാനാണ്? അതായത് ഇതൊന്നും പാടില്ല. വ്യക്തിപരമായ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷേ പാർട്ടി അച്ചടക്കത്തിന് അത് വിലങ്ങ് തടിയാകരുത് എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം കൊടുത്തിരിക്കുമ്പോൾ ശ്രീ തരൂര് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ് തോന്നുംപടി എഴുതുന്നു. എന്താണ് തോന്നുംപടി പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? ഇതൊക്കെ തീർച്ചയായും ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നതല്ലേ. എടാ പപ്പു മോനെ, നിന്നെക്കാൾ ഊർജ്ജസ്വലതയുമുള്ള നേതാക്കൾ പുറത്തുണ്ട്. ഞാൻ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയല്ലേ നീ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയത്? അപ്പോൾ നിന്റെ കഴിവില്ലായ്മയെ കാണിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന ചൊരുക്കല്ലേ തരൂർജി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടി നേതൃത്വത്തെ ഞാൻ ഒരിക്കലും മാനിക്കുകയില്ല, ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന വെല്ലുവിളിയല്ലേ ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അന്തസ്സുള്ള നേതൃത്വമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളതെങ്കിൽ ശശി തരൂരിനെ ഈ നിമിഷം അടിക്ക് പുറത്തേക്ക് അടിച്ചിറക്കി വിടണം. നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ വിട ഊരി വെച്ചിട്ട് ഇന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. നിങ്ങൾ പോയി എഴുതി ജീവിക്കുകയോ തെണ്ടി ജീവിക്കുകയോ ചെയ്യുക. ഇനി നിങ്ങളുടെ സേവനം ഇവിടെ വേണ്ട. കൂറ് അങ്ങും കിടപ്പ് ഇങ്ങും എന്നൊരു ചൊല്ലുണ്ടല്ലോ. കൂറങ്ങ് കിടപ്പിങ്ങ്, ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്, പക്ഷേ കൂറ് അങ്ങാണ്. അത് വേണ്ട. നിങ്ങൾ ഇനി കിടക്കുന്നതും കൂറും ഒക്കെ അങ്ങ് തന്നെ ആയിരുന്നാൽ മതി. ഇവിടെ ഇങ്ങോട്ട് കിടന്നുറങ്ങാൻ വരേണ്ട തരൂരെ, ഇറങ്ങിപ്പോക്കോണമെന്ന് എന്നു പറയേണ്ട ആർജവം രാഹുൽ ഗാന്ധി കാണിക്കണം. അല്ലാതെ മോദിയുടെ ഏജന്റിനെ പിടിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസിന് ഭൂഷണമല്ല.